പ്രയാഗ്രാജ് കുംഭമേളയിലെ ആ വൈറൽ പെൺകുട്ടി മൊണാലിസ കേരളത്തിലെത്തി വിവാഹം കഴിച്ചത് പ്രായപൂർത്തിയായ ശേഷമാണോ? തിരുവനന്തപുരത്ത് അന്ന് ഇടത് നേതാക്കളുടെ സാന്നിധ്യത്തിൽ വിവാഹം നടന്നപ്പോൾ ഈ സംശയം ഉടലെടുത്തതാണ്. ചില ഹിന്ദു സംഘടനകൾ ഇത് ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ മധ്യപ്രദേശുകാരിയായിട്ടുള്ള മൊണാലിസയുടെയും മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള ഫർമാൻ ഖാന്റെയും വിവാഹം വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. വീണ്ടും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു ആ വിവാഹം എന്ന് പറയുന്നതാകും ശരി. മകൾക്ക് വിവാഹപ്രായം ആയിട്ടില്ല എന്ന് കാട്ടി അവരുടെ മാതാപിതാക്കൾ മധ്യപ്രദേശിൽ പരാതി നൽകിയിരിക്കുകയാണ്. സംഗതി ഗൗരവമാണ്. കേസായാൽ അത് പോക്സോ വകുപ്പ് പ്രകാരമാകും. ഈഴവ സമുദായ നിയന്ത്രണത്തിലുള്ള അരുമാനൂർ ശ്രീ നൈനാർ മഹാദേവ ക്ഷേത്രത്തിൽ ഈ മാസം 11-ാം തീയതിയായിരുന്നു ഇവരുടെ വിവാഹം. കേരളത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതാണ് മൊണാലിസ. അതിനിടയിൽ നാട്ടിൽ വേറെ വിവാഹാലോചനകൾ നടക്കുന്നു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് കാമുകനായിട്ടുള്ള ഫർമാൻ ഖാനുമായി ഒന്നിക്കാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടാണ് ഈ ആവശ്യം അറിയിക്കുന്നത്. ആധാർ കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള രേഖ എന്നിവ പോലീസിന് നൽകിയതിനെ തുടർന്നാണ് വിവാഹത്തിനുള്ള വഴിയൊരുങ്ങുന്നത്. സംഭവം അറിഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി റഹീം MP എന്നിവരും വിവാഹത്തിന് പിന്തുണ നൽകി രംഗത്തെത്തുകയും ചെയ്തു. ആദ്യം ആ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. പിറ്റേന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇവർ വാർത്താ സമ്മേളനത്തിനെത്തി. അപ്പോഴും മൊണാലിസ ഉറപ്പിച്ചു പറഞ്ഞു തനിക്ക് 18 വയസ്സായി എന്ന്. തന്റെ ഇഷ്ടം ഫർമാന്റെ കൂടെയുള്ള ജീവിതമാണെന്ന് അവൾ പറഞ്ഞു. ഇതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. കുടുംബം നൽകുന്ന ജനനരേഖയിൽ കാണിക്കുന്ന തീയതി അത് വ്യത്യസ്തമാണ്. ഇതാണ് ആ ജനന സർട്ടിഫിക്കറ്റ്. കേസ്മാർട്ട് ആപ്പിൽ 2008 ജനിച്ചു എന്ന് പറയുന്ന മൊണാലിസയുടെ ജനനം ഈ സർട്ടിഫിക്കറ്റ് പ്രകാരം 2009 ഡിസംബർ 30-ാം തീയതിയാണ്. ജനന സമയം പുലർച്ചെ 5:50. തിരുവനന്തപുരത്ത് നൽകിയ സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണെങ്കിൽ അവൾക്ക് വിവാഹപ്രായമായിട്ടുണ്ട്, പ്രശ്നമില്ല. എന്നാൽ ഇക്കാണുന്നതാണ് ശരിയെങ്കിൽ മധ്യപ്രദേശ് ജില്ലയിലെ നിമാർ ജില്ലയിലെ മഹേശ്വർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ജയ്സിംഗ് ഭോസ്ലെയുടെയും ലത ഭോസ്ലെയുടെയും മകളായി മൊണാലിസ ജനിച്ച ആ തീയതി ശരിയാണെങ്കിൽ അവൾക്ക് പ്രായം തികഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. പോക്സോ കേസാകാനും സാധ്യതയുണ്ട്. കല്യാണം കഴിച്ച ഫർമാൻ മാത്രമല്ല, കല്യാണത്തിന് മാല കൊണ്ടുപോയി കൊടുത്ത നേതൃത്വം CPM നേതാക്കൾ ഉൾപ്പെടെ ഈ കേസിൽ പെടാനും സാധ്യതയുണ്ട്. മൊണാലിസയും ഫർമാനും വിവാഹം കഴിച്ചതിന് പിന്നാലെ ന്യൂസ് 18 മധ്യപ്രദേശ് പ്രതിനിധികൾ ഒരു അന്വേഷണം നടത്തിയിരുന്നു. മൊണാലിസയുടെ ഗ്രാമത്തിലെത്തി അവളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കണ്ടു. അവരെല്ലാം പറഞ്ഞത് കേരളത്തിൽ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയി ചതിയിൽപ്പെടുത്തി മകളെ വിവാഹം കഴിപ്പിച്ചു എന്നാണ് അവളുടെ അച്ഛൻ. तो ये बोल के भेजा वहाँ से कि आप चले जाओ, इसको तो पढ़ा लिखा के फिल्म बनाएंगे इधर. बोले कि तुम्हारे को कोई चीज का टेंशन नहीं. बोले लड़की सिर्फ पढ़े लिखेगी. यार मैं इधर आया तो सब मैं देख रहा हूँ मोबाइल में, तो सब शादी हो गई. तो मैं इसके लिए सोचता हूँ कि कोई मेरा साथ दे, कि कोई लड़की को मेरे तक ले आए. മധ്യപ്രദേശ് പോലീസ് കേസെടുത്താൽ
തനിക്ക് വിവാഹപ്രായം ആയി എന്ന് തെളിയിക്കേണ്ടത് മൊണാലിസയുടെ ബാധ്യതയാവുകയാണ്. മൊണാലിസയുടെ മാത്രമല്ല, ഇവിടെ വിവാഹം നടത്താൻ സഹായം നൽകിയവരുടെയും. ഇനി പോലീസിൽ ഇപ്പോൾ ഹാജരാക്കിയ തെളിവുകൾ അത് വ്യാജമാണെങ്കിൽ മൊണാലിസയുടെ ജീവിതം അല്ലല്ലാതെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതിലെ സത്യാവസ്ഥ എന്താണെങ്കിലും കണ്ടെത്തട്ടെ. മധ്യപ്രദേശ് പോലീസ് അവിടെ പുതിയ FIR രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കേരളത്തിൽ ഈ പരാതി നിലനിൽക്കുന്നതിനാൽ കേരള പോലീസിന്റെയും അന്വേഷണത്തിൽ ഈ സംഭവം വരും.